ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു വടയാണ്. റവ കൊണ്ടാണ് ഞാൻ വട ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമാണ്. ഇത് പുറമൊക്കെ നല്ല ക്രിസ്പിയുമാകും, നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് റവ വട ഉണ്ടാക്കാൻ തുടങ്ങാം. വട ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു ചെറിയ സവാള വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത്, മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. സവാള എല്ലാം ഒന്ന് കൈകൊണ്ട് പതുക്കെ നിരടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിയുള്ള തൈര് ചേർക്കാതെ ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ വടക്ക് ഭയങ്കര പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ വടയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വടക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി എണ്ണ ചൂടായിരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ പരിപ്പ് ഒരു നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പരിപ്പെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ റവ കുതിർന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കൂടുതലൊന്നും ഒഴിക്കരുത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ബാറ്റർ കൂടുതൽ ലൂസായി പോകും. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വട അത്ര ശരിയായി വരികയുമില്ല. വറുക്കുമ്പോഴത്തേക്ക് എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വടയുടെ ബാറ്റർ കൂടുതൽ തിക്കായി പോകാനും പാടില്ല, കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല. നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന പാകത്തിൽ വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ വടയുടെ മാവ് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ പരിപ്പെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വടയുടെ ബാറ്റർ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി വട ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. വട എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കയ്യിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വട ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കയ്യിൽ എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാകത്തിനനുസരിച്ച് മാവ് കയ്യിലെടുക്കുക. അതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നടുവിലേക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക വിരൽ വെച്ചിട്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു നുള്ളു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ വട ഇട്ട് കൊടുക്കാം.
വട ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വടയുടെ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളു പാകത്തിന് കുക്കായി കിട്ടുകയുമില്ല. ഇപ്പോൾ വടയുടെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ വടയുടെ രണ്ട് സൈഡും മൂത്ത് ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കിച്ചൺ ടിഷ്യൂ ഇട്ടൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ കൈ കൊണ്ടൊക്കെ വട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറൊരു വിധത്തിൽ ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലൊരു പാത്രത്തിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മാവ് ഇതുപോലെ ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പതുക്കെ കൈ കൊണ്ട് എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് നമുക്കിന്ന് തിരിച്ച് വെച്ച് കൊടുത്താലും മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വടയും എണ്ണയിലേക്ക് ഇട്ട് പാകത്തിന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വട എല്ലാം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വട നമുക്ക് ചൂടോടെ സാമ്പാർ, ചട്നി, സോസ് ഇവയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. നമുക്കൊന്ന് അത് ഒടിച്ച് നോക്കാം. നമുക്ക് നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.